നമസ്കാരം. നമ്മുടെ പാർലമെൻറ്റ് വർഷകാല സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലിയാണ് ഇന്നത്തെ വർഷകാല സമ്മേളനം അവസാനിച്ചത്. ഈ വർഷകാല സമ്മേളനം കടന്നു പോകുമ്പോൾ നിരവധി വിവാദങ്ങളടക്കം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വർഷകാല സമ്മേളനത്തിനിടയിൽ തന്നെയാണ് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സമര പരിപാടി അരങ്ങേറിയത്. ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിരവധി കുട്ടികൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്തതുമായി എൻ്റെ 10-26ഓളം വരുന്ന വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് നടന്ന ജന്തർ മന്ദർ തലസ്ഥാന നഗരത്തിൽ നടന്ന വലിയൊരു സമരം ഈ കഴിഞ്ഞ വർഷകാല സമ്മേളനത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ സമരം കൊടുമ്പിരി കൊള്ളുകയും ഈ സമരത്തിന് ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കുകയും ചെയ്ത സാഹചര്യവും നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ടായി. അങ്ങനെ അതൊരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ വർഷകാല സമ്മേളനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും രണ്ടാളും ഈ വർഷകാല സമ്മേളനത്തിൽ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കാം അതൊരു സംഭവമായി അല്ലെങ്കിൽ ഒരു വിവാദമായി മാറുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ജന്തർ മന്ദറിൽ നടന്ന CJP എന്ന് പറയുന്ന കുട്ടികളുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അതിക്രൂരമായിട്ടാണ് നമ്മുടെ ഡൽഹി പോലീസ് നേരിട്ടത്. അവർക്കെതിരായി പെല്ലറ്റുകൾ പ്രയോഗിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എതിരായി നടന്ന ആ അതിക്രമം അവിടെ പലപ്പോഴും RSS ഗുണ്ടകൾ പോലും ലാത്തിയുമായി അതിനിടയിലേക്ക് കയറി ചെന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അവിടെ നടന്ന അക്രമങ്ങളെയും കുറിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനും അതുവഴി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ തീരുമാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും ഒക്കെയായി അവിടെ ഒരു നീക്കം അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ അടക്കം വലിയ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിരുന്നു. അതായത് ഞങ്ങൾക്ക് ആ ഒരു ചർച്ച ആവശ്യമാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതേസമയം അമിത്ഷാ ഇന്ന് നടന്ന വർഷകാല സമ്മേളനത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് അദ്ദേഹം അവിടെ സഭയിൽ പങ്കെടുത്തു എന്നതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളിലേക്കൊന്നും, അതായത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കോ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കോ ഒന്നും അദ്ദേഹം പോയില്ല എന്നുള്ളത് ഇത്തവണത്തെ വർഷകാല സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഓം ബിർളയ്ക്ക് വിവരം അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു, അതിന് സമ്മതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതിനൊന്നും അദ്ദേഹം നിന്നില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമായി ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ നമ്മുടെ രാഹുൽ ഗാന്ധിയും ഓം ബിർളയെ വിവരം ബോധിപ്പിച്ചു. ഇതേ തുടർന്നിട്ടാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊന്നും നടന്നില്ല. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടോ CJP സമരത്തിൽ നടന്ന അതിക്രമങ്ങളെപ്പറ്റിയോ ഒന്നും മിണ്ടാതെ അമിത്ഷായും ഈ പറയുന്ന പരിപാടികളെല്ലാം അവതരിപ്പിച്ച് വർഷകാല സമ്മേളനത്തിന് ശേഷം മടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നു വേണ്ടിയിരുന്നത്? അല്ല. നമ്മുടെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടക്കുന്ന ഏതൊരു കാര്യത്തിലും കൃത്യമായ അഭിപ്രായം ആഭ്യന്തരമായി നടക്കുന്ന നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്ന ഇതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരുപക്ഷെ CJP സമരം എന്ന് പറഞ്ഞാൽ ഇതൊരു സിവിലിയൻ വാറിന് സമാനമായ രീതിയിൽ അത് കൺവെർട്ട് ചെയ്യപ്പെട്ടു. അതൊരു പക്ഷേ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഏകോപനത്തോടു കൂടിയുള്ള ഇൻ്റർഫിയറൻസ് അതിനകത്തേക്കുള്ള ഇടിച്ചുകയറ്റം കൊണ്ടായിരിക്കാം അതിനങ്ങനെ ഒരു കളർ ലഭിച്ചത്. നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു. ഇതിനു മുൻപ് തന്നെ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്നതിൽ ഡൽഹി പോലീസ് കാണിച്ചിട്ടുള്ള വ്യഗ്രത, അതിനപ്പുറത്തേക്ക് ഡൽഹി പോലീസിൻ്റെ വേഷത്തിൽ കടന്നു കയറുന്ന ചില ഗുണ്ടകൾ, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് RSSൻ്റെ ഗുണ്ടകൾ എന്നൊക്കെ വിളിക്കാൻ കഴിയും, സംഘപരിവാർ ഗുണ്ടകൾ, അതിനകത്തേക്ക് കുതിച്ചു കയറുന്ന കാഴ്ചയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. അതിനു മുമ്പും നമുക്കറിയാവുന്ന പോലെ പല യൂണിവേഴ്സിറ്റികളിൽ നടന്ന സമര പരിപാടികളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പുറമെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കുട്ടികൾക്കെതിരെ കേസെടുത്തുകൊണ്ട് അവരെ ദ്രോഹിക്കാനുള്ള ശ്രമവും ഈ പറയുന്ന കേന്ദ്ര സർക്കാർ നടത്തി. ഇതെല്ലാം ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതോടൊപ്പം നമുക്കറിയാം ഐഷ ഘോഷി എന്ന് പറയുന്ന SFIയുടെ ഒരു പ്രവർത്തകയുണ്ടായിരുന്നു. ആ SFIയുടെ നേതാവിനെ AKG ഭവൻ പോലെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് യൂണിഫോം ഇല്ല, ID കാർഡില്ല, യാതൊരു പോലീസാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള യാതൊരു അടയാളങ്ങളും ഇല്ലാതെ ഇടിച്ചു കയറിക്കൊണ്ട് ചെല്ലുകയും അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് MPക്ക് വളരെ വലിയ ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ട ഒരവസ്ഥയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്.
അപ്പം ഇതൊക്കെയാണ് സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സഭയിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ജനങ്ങളോട് ബോധിപ്പിക്കേണ്ടത്. എന്തിന് ഞങ്ങളത് ചെയ്തു, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റാണ് സംഭവിച്ചത്, അവിടെ പെല്ലറ്റ് ആക്രമണം ഉണ്ടായത് എങ്ങനെയാണ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അവിടെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി വിശദീകരിക്കേണ്ടതുണ്ടായിരുന്നു. സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാവരും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് വീഡിയോ എടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായത് വീഡിയോയിലൂടെ ലൈവ് വന്നിട്ട് എല്ലാവരോടും കാര്യം പറഞ്ഞു, ഒടുവിൽ കുട്ടികളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് വരെ പറയുന്ന ഒരവസ്ഥ നമുക്കറിയാം അതിവിടെ രാജ്യത്തുണ്ടായി എന്നുള്ളത്. പക്ഷേ ഇതെല്ലാം ഈ വർഷകാല സമ്മേളനത്തിനിടയിലുണ്ടായ സംഭവവികാസങ്ങളാണ്. ഈ വർഷകാല സമ്മേളനത്തിനിടയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിക്കറ്റ് വീണ വർഷകാല സമ്മേളനം തന്നെയായിരുന്നു ഇത്തവണ സമാപിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ അതോടൊപ്പം തന്നെ വലിയ വില കുറഞ്ഞ പാർലമെൻറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, രാജ്യസഭയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വില കുറഞ്ഞ ആരോപണങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ വളരെ വില കുറഞ്ഞ രീതിയിൽ ചില എം പിമാർ പെരുമാറി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇദ്ദേഹത്തോടുള്ള സുഷ്മിത ബേദി എന്ന് പറയുന്ന എം പി നമ്മുടെ ജോൺ ബ്രിട്ടാസിനോട് പെരുമാറിയ ഒരു രീതി, അദ്ദേഹത്തെ ലുങ്കിവാല എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. ഒരു നാടിനെ പോലും, കേരളം എന്ന് പറയുന്ന ഒരു നാടിനെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ നീങ്ങിയ ഒരു വർഷകാല സമ്മേളനമാണ് കഴിഞ്ഞു പോയത്. കാരണം വിളിച്ച് പറയുന്നു, പിന്നെ എന്താ പറയുക, അവരെ ലുങ്കിവാല എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. ഒരു നാടിൻ്റെ സംസ്കാരത്തെ, ഒരു നാടിൻ്റെ വേഷ സംസ്കാരത്തെ ആകമാനം അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രയോഗമായി പോയി അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെതിരായി പ്രതിപക്ഷ കക്ഷികളെല്ലാവരും മുണ്ടുടുത്തിട്ടാണ് അവിടേക്ക് എത്തുന്നത്. മുണ്ടുടുത്ത് കേരളീയ ശൈലിയിൽ തന്നെ ഇവിടേക്ക് എത്തുന്നു. അപ്പോഴും അവരുടേതായ, അതായത് പിന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ, ബി ജെ പിയുടെ എം പിമാർ പലപ്പോഴും മുണ്ടുടുത്തിട്ട് ഇതിലേക്ക് എത്തിയ കാര്യം അവരൊക്കെ മറന്നു പോയിട്ടുണ്ടാകാം എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും സംഭവ ബഹുലമായ രീതിയിൽ മുന്നോട്ട് പോയ ഒരു വർഷകാല സമ്മേളനത്തിനാണ് സമാപനം കുറിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെ കാണാം, ഇനി എന്തൊക്കെ എന്നുള്ളത് ഇനി അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിലാണ് നമ്മളിതെല്ലാം കാണാനും കേൾക്കാനും പോകുന്നത്. എന്തായിരുന്നാലും ഒരു വിക്കറ്റ് ബി ജെ പിക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.